മനസ്സ് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മാതാവിൻ്റെ സാന്നിധ്യത്തിലും മധ്യസ്ഥയിലും ദിവ്യനാഥനെ സമീപിക്കുവാനുള്ള ഒരു മാനസികമായ ഒരുക്കം ആത്മീയമായി ശക്തിയേൽപ്പിക്കുന്നതിനാണ് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യേ മാതാവിനെ കുറിച്ച് പ്രഭാഷണം വച്ചിരിക്കുക. നമുക്ക് മുട്ടൂത്തി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാം. ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യനാഥനായ യേശുവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മെ സ്നേഹിച്ചുകൊണ്ട് രാവുകൾ നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഉദാശയിൽ നമ്മെ അവിടുന്ന് കാത്തിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് മറന്നിരിക്കുമ്പോഴും നമ്മെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടും നമ്മെ സ്നേഹിച്ചുകൊണ്ടും അവിടുന്ന് ഈ സക്രാരിയിൽ നമുക്ക് വേണ്ടി വസിക്കുന്നു. ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഭക്തിപൂർവം അണഞ്ഞ് നമ്മുടെ ഹൃദയവും മനസ്സും അങ്ങേ സന്നിധാനത്തിലേക്ക് ഉയർത്തി ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ വാസ്തവത്തിൽ സ്വർഗീയ അനുഭവം തന്നെയാണ് നമുക്കുണ്ടാകുക. സ്വർഗത്തിൽ നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, അനവരതം ത്രിത്വിക ദൈവത്തെ ആരാധിക്കുക. ആ ആരാധനയ്ക്ക് നമ്മൾ ആരംഭം കുറിക്കുകയാണ്. ആ സ്വർഗീയ ആരാധനയുടെ ഒരു മുൻ ആസ്വാദനമാണ് നമ്മൾ ദിവ്യസന്നിധിയിൽ ആരാധന നടത്തുമ്പോൾ. ത്രിയേക ദൈവം തന്നെ ഇവിടെ സന്നിഹിതനാണ്. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതനാണ്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അനന്തമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ എന്ന വണ്ണം തൻ്റെ ഏകജാതനെ നമുക്കായി അയച്ചു തരുവാൻ അവൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നമുക്കായി അയച്ചു തന്നുകൊണ്ട് പിതാവായ ദൈവം ഈ ദിവ്യ ഉദാശയിലൂടെ നമ്മുടെ നേരെയുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ സ്രോതസ്സായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം നമുക്കറിയാം. കൗദാശികമായി അവിടുന്ന് ഈ തിരുവോസ്തിയിൽ സന്നിഹിതനാണ്. ബാഹ്യമായി നമ്മൾ ഈ തിരുവോസ്തിയാണ് കാണുന്നതെങ്കിലും നമ്മൾ കാണുന്ന ഓസ്തിയല്ല, അതിന് സത്താപരമായ മാറ്റം സംഭവിച്ചിട്ട് തിരുവോസ്തിയുടെ സ്ഥാനത്ത് യേശുവിൻ്റെ തിരുശരീരമാണ് സന്നിഹിതനായിരിക്കുക. ആ യേശുവിനെ ആരാധിക്കുമ്പോൾ വാസ്തവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് തന്നെ നമുക്കായി പൂർണ്ണമായി നൽകി തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണ പാനീയമായി നൽകുന്ന ആ ദിവ്യമായ സ്നേഹത്തിൻ്റെ അനന്തമായ നിരന്തരമായ അനുഭവമാണ് നമുക്ക് ദിവ്യ സന്നിധിയിൽ അനുഭവിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വചന മാംസമായത് പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ പ്രവർത്തനത്താലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏതൊരു കൂദാശയും അതിൻ്റെ പ്രായോഗികമായ ശക്തി, അത് നിവർത്തിതമാകുന്നതിനുള്ള ശക്തി പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇന്ന് ഈ തിരുവോസ്തി നമ്മൾ അർപ്പിച്ച ആ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറിയെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താലാണ്. അങ്ങനെ ത്രിത്വത്തിൽ 3 വ്യക്തികളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവിടെ സന്നിഹിതനാണ്. ആ ത്രിയേക ദൈവത്തെ ആരാധിക്കുകയാണ് നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ. നമുക്കൊരു നിമിഷം ത്രിത്വിക ദൈവത്തിൻ്റെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ചുകൊണ്ടേറ്റുമില്ല. പിതാവായ ദൈവമേ, എല്ലാവരും കൂടെ പിതാവായ ദൈവമേ
പിതാവായ ദൈവമേ, ഉറക്കെ പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ നേരെ ഞങ്ങളുടെ നേരെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനന്തമായ നിസ്സീമമായ സ്നേഹത്തെ ഓർത്ത് സ്നേഹത്തെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായും പിതാവായ ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. തീയേക ദൈവത്തിൽ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യം പ്രത്യേകമായും ഈ തിരുവോസ്തി നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. യേശുവിന് നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയാം. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി 33 വർഷം ജീവിക്കുകയും അവസാനം അങ്ങേ തിരുരക്തത്തിന്റെ അവസാന തുള്ളി വരെ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് മരണം മരിക്കുവാൻ തയ്യാറാവുകയും ചെയ്ത അങ്ങയുടെ അനന്തമായ അവാച്യമായ അവർണ്ണനീയമായ സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുന്നതിനു വേണ്ടി സ്നേഹത്തിന്റെ ഈ കൂദാശ സ്ഥാപിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നഷ്ടപ്പെട്ടു പോയ ആടുകളായ ഞങ്ങളെ തേടി സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ മടിത്തട്ടിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി വീക്ഷിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഉറക്കെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, കാരുണ്യമായ കർത്താവ് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായി മനസ്സ് ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനോട് നമ്മൾ വളരെ പ്രത്യേകമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറയാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവമേ, അങ്ങയുടെ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ സാന്നിധ്യമില്ലാതെ അങ്ങയുടെ അങ്ങയുടെ സഹായം കൂടാതെ സഹായം കൂടാതെ ഈശോ കർത്താവ് ഈശോ കർത്താവ് എന്ന് ഇന്ന് ഉച്ചരിക്കുവാൻ പോലും ഉച്ചരിക്കുവാൻ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിവില്ലെന്ന് കഴിവില്ലെന്ന് വിനയത്തോടുകൂടെ വിനയത്തോടുകൂടി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കുരിശൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയെ കാണിച്ചുകൊണ്ട് ഈശോ നമ്മളോട് വണ്ണം യോഹന്നോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് നമ്മെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ആ നിമിഷം മുതൽ യോഹന്നാൻ അമ്മയെ തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. അമ്മയാകട്ടെ നമ്മെ ഓരോരുത്തരെയും തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ മാതൃസഹജമായ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ അമ്മ നമ്മെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും എല്ലാ വിധത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മോടുകൂടി ആയിരിക്കുവാൻ നിരന്തരം വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മാതാവ് വന്നതോടുകൂടെ ആ കുടുംബത്തിന് അന്തരീക്ഷം ആകെ മാറുന്നു. അതുവരെ അവർ അസ്വസ്ഥരായിരുന്നു. കാരണം സഖറിയ മൂകനായി പോയിരുന്നു. വിശ്വസിക്കായി മൂലം ശിക്ഷ എന്ന വണ്ണമാണ് ആ മൂകത വന്നത്. സംസാരശേഷി നഷ്ടപ്പെടുന്നു. തീർച്ചയായും വാർദ്ധക്യകാലത്ത് ഇങ്ങനെ മൂകനായി ഭവിക്കുക തീർച്ചയായും അത്ര സുഖകരമായ ഒന്നല്ല. ഭാര്യയായ എലിസബത്തും അതിൽ വളരെയേറെ മനംതൊന്ത് വേദനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ വഴിയൊന്നും അവർ കാണുന്നുമില്ലായിരുന്നു. ഏതായാലും മാലാഖയിൽ നിന്ന് സന്ദേശം ലഭിച്ചു. മാതാവ് അവിടെ ചെല്ലുന്നു. ചെന്നതോടുകൂടെ ആദ്യം എലിസബത്തിലും ഉദരത്തിൽ ശയിക്കുന്ന ശിശുവിലും പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നു. എലിസബത്തിന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായിട്ടാണ് എലിസബത്ത് മാതാവിനെ സ്തുതിക്കുന്നത്. നീ സ്ത്രീകളെ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൻ ഫലമായ യേശുവും അനുഗ്രഹീതം. ഇത് മറിയത്തെ സ്തുതിച്ചുകൊണ്ടിങ്ങനെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പ്രചോദനത്താലുമാണ് ഇത് നമ്മൾ വ്യക്തമായിട്ടും കാണുന്നു. അതോടൊപ്പം കാണുന്ന മറ്റൊരു വലിയ സംഭവം, ഉദരത്തിൽ കിടന്ന ശിശു മാതാവിൻ്റെ അഭിവാദനം എലിസബത്തിന് കണ്ണുപിടങ്ങളിൽ എത്തിയ നിമിഷം ഉദരത്തിൽ സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുവാൻ തുടങ്ങുന്നു. വലിയൊരു ആനന്ദവും ആത്മാവിലുള്ള സ്വാതന്ത്ര്യവും ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായ പുതിയ ഉണർവും ഒക്കെ നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അതേ തുടർന്ന് സഖറിയായിക്കും തീർച്ചയായും വലിയൊരു പ്രത്യാശയുടെ കിരണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ ഇവിടെ കാണുന്നത് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ആകെ സന്തോഷപൂർണമായി തീരുന്നു. അവിടെ തളംകിട്ട് നിന്നിരുന്ന ദുഃഖത്തിൻ്റെയും ആശങ്കയുടെയും ആകുലതയുടെയും നിരാശയുടെയും ഒക്കെ അന്തരീക്ഷം മാറുന്നു. പിന്നീട് ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നവജാതന ശിശുവിന് യോഹന്നാൻ എന്ന് പേരിട്ടതോടുകൂടെ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടുകളഴിയുന്നു, സ്വതന്ത്രമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മാതാവിൻ്റെ സാന്നിധ്യം വരുത്തിവെച്ച ഒരു കുടുംബത്തിൽ കൊണ്ടുവന്ന സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന്
പ്രത്യേകമായും കർമ്മല മാതാവിൻ്റെ ഉത്തിരീയം ധ്യാന വിഷയമാക്കി മാതാവിനെ വണങ്ങുകയും ഈ ഉത്തിരി സ്വീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ മാതാവിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായും മാതാവിൻ്റെ സാന്നിധ്യവും മാതാവിൻ്റെ വരവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താതിരിക്കുകയില്ല. ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ ജീവൻ, പുതിയ ശക്തി നമുക്ക് കൈവരും. മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമ്മോടുകൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ലിയോ 13 മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 അതിന് മുൻപുണ്ടായ ലിയോ എന്ന പേരിലുള്ള മാർപ്പാപ്പയാണ് ലിയോ 13. അദ്ദേഹം വലിയ മരിയ ഭക്തനായിരുന്നു. മാതാവിനെക്കുറിച്ച് ഒരു ഡസനിലധികം ശാക്രിയ ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ കുർബാന തന്നെ പ്രൈവറ്റ് ചാപ്പലിൽ കുർബാന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനമുണ്ടായി. ദർശനം ഇതാണ്: സാത്താൻ വന്ന് കർത്താവിനെ വെല്ലുവിളിക്കുന്നു. 100 വർഷം കൊണ്ട് എന്നെ അനുവദിച്ചാൽ ഈ സഭ, നിന്റെ സഭയെ ഞാൻ പൂർണ്ണമായും ഇല്ലാതാക്കാം. കർത്താവ് അതിന് സമ്മതിച്ചതായിട്ടാണ് ഈ മാർപ്പാപ്പ കാണുന്നത്. അദ്ദേഹം അസ്വസ്ഥനായി. അതുമൂലം ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തുകളെക്കുറിച്ച് അദ്ദേഹം വിഭാവനം ചെയ്തു. അദ്ദേഹം വിയർത്ത് വിഹ്വലനായി തീർന്നു. അദ്ദേഹം ഉടനെ തന്നെ സഭയുടെ സംരക്ഷകനായി മിഖേൽ മാലാഖയോട് ഒരു പ്രാർത്ഥന എഴുതിയുണ്ടാക്കി. അത് എല്ലാ ദിവസവും സാധാരണ കുർബാന കഴിഞ്ഞ് ജനങ്ങളോടൊപ്പം വൈദികനും മുട്ടുകുത്തി നിന്ന് ആ പ്രാർത്ഥന ചൊല്ലണം എന്ന് ഒരു നിർബന്ധമായ കൽപ്പന പുറപ്പെടുവിച്ചു. 1970 ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനാക്രമത്തിൻ്റെ പരിഷ്കരണത്തിന്, നവീകരണത്തിന് അതുവരെ ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. പിന്നീടാണ് കുർബാനയ്ക്ക് എക്സ്ട്രാ ആയിട്ടുള്ള മറ്റ് പ്രാർത്ഥനകൾ വേണ്ട എന്ന ഒരു തീരുമാനം ഉണ്ടാവുകയും ആ പ്രാർത്ഥന നിർത്തുകയും ചെയ്തത്. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്: 100 വർഷം കഴിഞ്ഞിട്ടും സാത്താൻ ആഗ്രഹിച്ചതുപോലെ, കിണഞ്ഞ് പരിശ്രമിച്ചതുപോലെ സഭയെ നശിപ്പിക്കുവാനോ തളർത്തുവാനോ സാധിച്ചില്ല. സഭ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്: സാത്താൻ്റെ ആ പരിശ്രമം 100 വർഷം കഴിഞ്ഞിട്ട് നിർത്തുകയല്ല, അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇനി നമുക്കാണ് എന്തെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകളാണ്, ഭയങ്ങളാണ്, ആകുലതകളാണ്, പാപത്തിൻ്റെ കുത്തുകൾക്കാണ്, തിന്മകളുടെ ഒരു വലിയ പെരുവെള്ളം പോലുള്ള വെള്ളപ്പാച്ചിലാണ് നമ്മളെങ്ങും കാണുന്നത്. അധർമ്മവും അനീതിയും അക്രമവും കൊലപാതകവും പരസ്പര വിദ്വേഷവും വിരോധവും വൈരാഗ്യവും എന്നുവേണ്ട എന്തെല്ലാം തിന്മകൾ നമുക്ക് ഭാവന ചെയ്യാമോ അതെല്ലാം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സാത്താൻ വിജയം വരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയാം. അല്ലെങ്കിൽ സാത്താൻ തൻ്റെ പ്രവൃത്തി, തൻ്റെ പരിശ്രമം ശതഗുണീഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരിയഭക്തരായ നമുക്ക് മാതാവ് ആയുധങ്ങൾ തന്നിട്ടുണ്ട്: ജപമാലയും തിരുവുത്തിരിയവും. ഈ ആയുധം ധരിച്ചുകൊണ്ട് നമ്മൾ ശത്രുവിനെ എതിരിടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയം വരിക്കും. ലോകത്ത് കാണുന്ന അധർമ്മവും അനീതിയും അക്രമവും കൊണ്ട് നമ്മൾ ഭയവിഹ്വലരാകേണ്ട, മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ, ഈ തിന്മകളൊക്കെ മറികടന്ന് നന്മ ശാശ്വതമായി ഈ ഭൂമിയിൽ സംസ്ഥാപിക്കുവാൻ മാതാവിന് കഴിയും. എൻ്റെ വിമല ഹൃദയം ആത്യന്തിക വിജയം വരിക്കും എന്നുള്ള മാതാവിൻ്റെ ആ വലിയ ആഹ്വാനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ ഉത്തിരിയം ധരിക്കാം, ജപമാല ചൊല്ലാം, മാതാവിൻ്റെ സഹായത്തിനായി സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് ഞങ്ങളോട് നേരെ കാണിച്ച വലിയ സ്നേഹത്തോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങയുടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്, അമ്മയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് സാത്താനെതിരെ പടുപൊരുതുവാൻ
ഞങ്ങൾ കഴിവുള്ളവരാക്കണമേ, പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കൈകൾ വീശിക്കൊണ്ട് എല്ലാവരും ചേർന്ന് ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അമലോത്ഭവിയായ മാതാവിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ അനുഗ്രഹവും ആനുകൂല്യവും നൽകിയ കർത്താവായ യേശുവേ, അങ്ങയുടെ അമ്മയെപ്പോലെ നിർമ്മലയായി, നിഷ്കളങ്കരായി, വിശുദ്ധരായി, പാപത്തെ വെടിഞ്ഞ് പാപത്തെ സർവ്വ മ്ലേച്ഛതകളും ഉപേക്ഷിച്ച് അങ്ങേക്ക് അനുയോജ്യരായ മാതാവിൻ്റെ അരുമ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കൈകൾ വീശി ആവേ 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 മരിയ, ആവേ 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 മരിയ. കർത്താവായ യേശുവേ, അന്ധകാര പൈശാചിക ശക്തികൾ ഞങ്ങൾക്കെതിരെ അലറി വിളിച്ചുകൊണ്ട് വരുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകമായും നിരാലംബരായി, നിസ്സഹായരായി, കഴിവില്ലാത്തവരായി ഞങ്ങൾ അങ്ങേ പക്കലണയുന്നു. അങ്ങ് ഞങ്ങളുടെ ശക്തിയാണ്, അങ്ങ് ഞങ്ങളുടെ സംഗീതമാണ്, അങ്ങ് ഞങ്ങളുടെ ആശ്രയമാണ്. അങ്ങ് എന്നും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുന്നുള്ള ഉറപ്പോടുകൂടി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും കൂടെ ഏറ്റുചൊല്ലുക. സ്നേഹസ്വരൂപനായ സ്നേഹസ്വരൂപനായ ദിവ്യകാരുണ്യനാഥനായ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്കായി അങ്ങയുടെ അമ്മയെ തന്നെ നൽകുവാൻ തയ്യാറായ അങ്ങയുടെ വലിയ മനസ്സിനെ ഓർത്ത് വലിയ സ്നേഹത്തെ ഓർത്ത് യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ അമ്മയെ ഞങ്ങളും അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ആ അമ്മയുടെ മക്കൾക്കൊത്ത വിധം വിശുദ്ധരും നിർമ്മലരും നിഷ്കളങ്കരും ആയി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മാതാവേ, അങ്ങയുടെ പ്രത്യേകമായ സ്നേഹവാത്സല്യത്തിനായി ഞങ്ങളിതാ ഞങ്ങളെ തന്നെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാവേ, ഞങ്ങളെ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുവസ്ത്രമായ വെന്തിഞ്ഞയിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുവിന്റെ എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കാത്തു പരിപാലിക്കണമേ. നിത്യരക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ദേവികാരുണി ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങി. സാഷ്ടാംഗം വീണു നാം ഏറ്റവും മഹത്താമി കൂദാശയെ നവ്യയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ല പൂർവിക സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക
വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും അവ്വേദം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്തുതിയും കീർത്തിയും ശക്തിയുമാർന്നു വാഴുക ത്രിത്വൈക ദൈവമാമേൻ. ദീപികാരനാഥനായ യേശു നമ്മളുടെ ആരാധന സംഗീതനായി ഇരു കൈകളും നീട്ടി നമ്മെ തന്നിലേക്ക് സ്വാഗതം ചെയ്യുകയും നമ്മെ ആശീർവദിക്കുകയും ചെയ്യുന്ന നിമിഷമാണിത്. നമ്മെ തന്നെ പൂർണ്ണമായും നമുക്ക് അവിടത്തേക്ക് വിട്ടുകൊടുക്കാം. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയെ അനുകരിച്ചുകൊണ്ടും അമ്മ പറയുന്നത് പോലെ ഈശോയെ അങ്ങേ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടും ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതേസമയം നമ്മുടെ എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആവശ്യങ്ങളും അസ്വസ്ഥതകളും കുടുംബത്തിലെ അസമാധാനവും അസന്തുഷ്ടിയും ജോലിയില്ലായ്മയും മദ്യപാനാസക്തിയും തിന്മയുടെ എല്ലാ തരത്തിലുള്ള വിളയാട്ടങ്ങളും കുടുംബ തകർച്ചകളും കടബാധ്യതകളും എല്ലാം കർത്താവിന് മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹത്തിനെ യാചിച്ചുകൊണ്ട് നമുക്ക് ഇരു കാര്യങ്ങളും കർത്താവിന് നേരെ നീട്ടി സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. സ്തുതിപ്പിൻ്റെ മധ്യത്തിൽ ദൈവികാരുടെ ആശീർവാദം നൽകപ്പെടുന്നു. ഉറക്കെ എല്ലാവരും ചേർന്ന് യേശുവേ സ്തോത്രം സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, 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 യേശുവേ നന്ദി.